പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ എല്ലാ പ്രതികളും പിടിയിലായെന്ന് എസ്.പി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ മുഖ്യപ്രതികളെല്ലാം പിടിയിലായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ്.പി. ജെയിംസ് ജോസഫ്. ഇതുവരെയുള്ള അന്വേഷണം പൂർത്തിയായെന്നും കേസ് മറ്റന്നാൾ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും പ്രതികരണം. എസ്.പിയുടെ പ്രതികരണം കേസിലെ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തതിന് പിന്നാലെ രണ്ടാഴ്ചത്തേക്കാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരെന്ന് പോലീസ്. കൃപേഷിനെ വെട്ടിയത് മൂന്നാം പ്രതി സുരേഷ്. സംഘത്തിലെ എല്ലാവരും പീതാംബരന്റെ സുഹൃത്തുക്കളെന്നും റിമാൻഡ് റിപ്പോർട്ട്. രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് പ്രതികളെ കൊലപാതക സംഘത്തിൽ ചേർത്തുവെന്നും പോലീസ്. പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയ അന്വേഷണ സംഘം കൊലയ്ക്ക് ഉപയോഗിച്ച വടിവാളും വസ്ത്രങ്ങളും കണ്ടെത്തിയിരുന്നു. എച്ചിലടുക്കത്തെ പറമ്പിൽ ഉപേക്ഷിച്ച വാൾ പ്രതി അനിൽകുമാറാണ് പോലീസിന് കാണിച്ചു കൊടുത്തത്. വാളിൽ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം പ്രതി സുരേഷ് ഉപേക്ഷിച്ച ഷർട്ടും കണ്ടെടുത്തു. മറ്റു പ്രതികൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ ആളൊഴിഞ്ഞ തോട്ടത്തിൽ നിന്ന് കത്തിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ അറസ്റ്റിലായ അനിൽകുമാറും വിജനുമായി വെളുത്തോളിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. മറ്റവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന നടത്താനും തീരുമാനം. കേസിൽ പ്രതികളായ 7 പേർക്ക് പുറമെ 3 പേരെ കൂടി പോലീസ് ഇന്ന് പ്രതി ചേർത്തിട്ടുണ്ട്. വാഗ്ദാനവുമായി അമിത്ഷാ. ശബരിമല വിഷയം ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP അധ്യക്ഷൻ അമിത്ഷാ. സുപ്രീംകോടതി വിധി ഒരു മതത്തിന് മാത്രമാണോ ബാധകമെന്ന് അമിത്ഷായുടെ ചോദ്യം. നിരീശ്വരവാദി സർക്കാരിനെ കേരളത്തിൽ നിന്ന് പിഴുതുകളയണം. വിധിയുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളെ സംസ്ഥാന സർക്കാർ വഞ്ചിച്ചു. കേരളത്തെ CPM എത്തിക്കുന്നത് ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്കെന്നും വിമർശനം. കേരളത്തിലെ BJP MPമാരുമായി മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നും പാലക്കാട് നടന്ന പൊതുയോഗത്തിൽ അമിത്ഷാ. UPA സർക്കാർ നൽകിയതിനേക്കാൾ സഹായം NDA സർക്കാർ കേരളത്തിന് നൽകി. BJPക്ക് ഒരു അവസരം തന്നാൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമായി കേരളത്തെ മാറ്റുമെന്നും അമിത്ഷായുടെ വാഗ്ദാനം. മഹാസഖ്യത്തിനെതിരെയും BJP അധ്യക്ഷന്റെ വിമർശനം. നേതാവില്ലാത്ത മഹാസഖ്യമാണ് രാഹുൽ ഗാന്ധി രൂപീകരിക്കുന്നത്. മഹാസഖ്യം രാജ്യത്തിന് നല്ലതല്ല. മഹാസഖ്യത്തിന് രാജ്യത്തെ മുന്നോട്ട് നയിക്കാനാവില്ല. അധികാരത്തിന് വേണ്ടിയുള്ള അഴിമതിക്കാരുടെ കൂട്ടുകെട്ടാണ് സഖ്യമെന്നും അമിത്ഷായുടെ വിമർശനം. മിന്നൽ നടപടിയുമായി ഹൈക്കോടതി. പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മിന്നൽ ഹർത്താലിൽ നടപടിയുമായി ഹൈക്കോടതി. മിന്നൽ ഹർത്താലിനെ തുടർന്നുണ്ടായ നഷ്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കണമെന്ന് ഹൈക്കോടതി. ഹർത്താലുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലുണ്ടായ നഷ്ടം UDF നേതാക്കളിൽ നിന്ന് ഈടാക്കണം. മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചതിൽ പ്രേരണാകുറ്റം ചുമത്താൻ നിർദ്ദേശിച്ച കോടതി നഷ്ടം കണക്കാക്കാൻ കമ്മീഷനെ നിയോഗിക്കാനും നിർദ്ദേശിച്ചു. മിന്നൽ ഹർത്താലിലെ എല്ലാ കേസിലും ഡീൻ കുര്യാക്കോസ് പ്രതിയാകും. ജനുവരി 4 നടത്തിയ ശബരിമല ഹർത്താലിന്റെ നഷ്ടം ശബരിമല കർമ്മസമിതി നേതാക്കളിൽ നിന്നും BJP നേതാക്കളിൽ നിന്നും ഈടാക്കാൻ കോടതി നിർദ്ദേശം. TP സെൻകുമാർ, KS രാധാകൃഷ്ണൻ, PS ശ്രീധരൻപിള്ള, KP ശശികല അടക്കമുള്ളവർ കേസിൽ പ്രതികളാകും. ലാവ്ലിൻ യുദ്ധം തുടങ്ങുന്നു. ലാവ്ലിൻ അഴിമതി കേസിൽ അന്തിമവാദം ഏപ്രിൽ ആദ്യവാരമെന്ന് സുപ്രീം കോടതി. മുഖ്യമന്ത്രി പിണറായി വിജയന് നിർണായകമാകുന്ന വാദത്തിൽ പരിഗണിക്കുന്നത് ഹൈക്കോടതി വിധിക്കെതിരെയുള്ള അപ്പീലുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം 3 പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി നടപടി റദ്ദ് ചെയ്യണമെന്ന CBI ഹർജിയും കേസിൽ നിന്ന് ഒഴിവാക്കണമെന്ന മൂന്ന് മുൻ KCB ഉദ്യോഗസ്ഥരുടെ ആവശ്യവും കോടതി പരിഗണിക്കും. കേസിൽ പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തനാക്കിയത് ഗൂഢാലോചനയുടെ വശം പരിശോധിക്കാതെയെന്ന് CBI വാദം. അന്തിമവാദം നടക്കുന്നത് പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിനുമായി കരാർ ഒപ്പിട്ട കേസിൽ. കേസ് മാറ്റിയത് CBIയുടെ അഭ്യർത്ഥന മാനിച്ചെന്ന് സുപ്രീം കോടതി. അഭിഭാഷകർ തയ്യാറാണെങ്കിൽ ഇന്നു തന്നെ വാദം കേൾക്കാമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മാസത്തിൽ കേസ് വാദം കേൾക്കുന്നത് CPMനും പിണറായിക്കും നിർണായകം. പാകിസ്ഥാൻ ഗ്രേ പട്ടികയിൽ. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ച് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പാകിസ്ഥാൻ തുടരുന്നുവെന്ന് കൂട്ടായ്മ. ഭീകര സംഘടനകൾക്ക് സഹായം നൽകുന്ന പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടെന്ന് തീരുമാനം. നടപടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്നത് തടയുന്നതിൽ പാക് ശ്രമങ്ങൾ തൃപ്തികരമല്ലെന്ന വിലയിരുത്തലിൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം തീന ചേരും. നമസ്കാരം.